ബീഹാറിന് പുറമെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ തീയതികൾ സംസ്ഥാനം തിരിച്ചു പിന്നീട് പ്രസിദ്ധീകരിക്കും. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ബീഹാറിന് പുറമെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായത് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ വലിയ രീതിയിൽ നഗരവൽക്കരണം ബാധിച്ചിട്ടുണ്ട്. ഈ നഗരവൽക്കരണം കാരണം ആൾക്കാർ പലയിടങ്ങളിലും വോട്ട് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നേരത്തെ താമസമുണ്ടായിരുന്ന സ്ഥലങ്ങൾ വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ തന്നെ വോട്ട് ആദ്യം രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നീട് രണ്ടാമത് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയും വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഇടം പിടിക്കുന്നു. ഇത് കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബീഹാറിൽ മാത്രമല്ല അസമും ത്രിപുരയും പശ്ചിമ ബംഗാൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായി കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. മ്യാൻമാർ, അതേപോലെ തന്നെ നേപ്പാൾ, അതേപോലെ തന്നെ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കുടിയേറ്റക്കാരും നിരവധിയായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബീഹാറിലെ കണക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. 35 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകളായിരുന്നു ബീഹാർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല മരിച്ചുപോയ 12.5 ലക്ഷം വോട്ടുകളും ബീഹാർ വോട്ടർ പട്ടികയിലുണ്ടായി. ഇതേപോലെ തന്നെ സമാനമായ വിവിധ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെയും അതേപോലെ തന്നെ അനധികൃത വോട്ടും ധാരാളമായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിലയിരുത്തലുണ്ടായത്. അത് അസം, അതേപോലെ തന്നെ ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ ഒരു തീവ്ര പരിഷ്കരണം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തീയതികൾ പിന്നീട് വ്യക്തമാക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.